Hi, hello, it's me Hamlet. Welcome to our channel. അപ്പൊ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന സാധനം ഇതാണ്. ക്രോഫിഷ് ലൈവ് ആണ് കേട്ടോ. ഇത് നല്ല ജീവനുണ്ട്. എല്ലാം ഭയങ്കര ബഹളമാണ് ഇവിടെ കിടന്ന്. അപ്പൊ ഈ ക്രോഫിഷ് കുക്ക് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളം ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത്, ഗാർലിക് ഞാനൊരു തുടം അത് ചതച്ചെടുത്തിട്ടുണ്ട്. ആലപ്പന പെപ്പർ ഒരെണ്ണം നാലായിട്ട് കീറിയത്, സ്കാലിയൻ. ഇതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ക്രഷ്ഡ് പെപ്പർ, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അത് ഞാനിത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇത് കുറെ പ്രാവശ്യം കഴുകണം കേട്ടോ. ഇതില് കുറെ ചെളി ഉണ്ടായിരുന്നു, നമ്മുടെ ഞണ്ട് പോലെ തന്നെ. ഇത് ആദ്യമൊക്കെ എനിക്കിത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇതിന്റെ ഒരു തേളിന്റെ മാതിരിയൊക്കെ തോന്നുമല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ചെമ്മീൻ, ലോബ്സ്റ്ററിന്റെ ഒക്കെ ഒരു ഗണത്തിൽ പറഞ്ഞ ഒരു സംഭവമാണ്. അതിന്റെ കസിൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഫുൾ ഓഫ് വിറ്റാമിൻ, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, കാൽഷ്യം, മഗ്നീഷ്യം, സിങ്ക്, അയൺ, ഫോസ്ഫറസ് എന്ന് വേണ്ട സകല സാധനങ്ങളും അടങ്ങിയൊരു സംഭവമാണിത്. ഇത് കൂടുതലും ലൂസിയാനയിലാണ് ഇതിന്റെ ഹാർവെസ്റ്റിംഗ്. 95% ലൂസിയാനയിലാണ്. ഇത് 1 ഔൺസ് ക്രോഫിഷില് 14 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതില് കാലറി കുറവാണ്, ലോ ഫാറ്റ് ആണ്, എന്ന് വേണ്ട ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനം. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ശരിക്കും ഒരു 15 മിനിറ്റ്സ് ആണ് ഇതിന്റെ കുക്കിംഗ് ടൈം, അല്ലെങ്കിൽ നല്ല റെഡ് കളർ ആവും. അപ്പോ പാകം ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മുടെ ക്രോഫിഷ് റെഡി ആയിട്ടുണ്ട്. അതോ ഇത് കണ്ടോ, നല്ല റെഡ് കളർ ആയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പാകം എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് കോരി എടുക്കാം. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ, ടേക്ക് കെയർ.